to this number. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം വീടും പരിസരവും വൃത്തിയാക്കൂ കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ മാരക രോഗങ്ങളോട് വിട പറയൂ വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ നാടിനെ നമ്മുടെ വീടായി കരുതണം വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ എന്റെ കേരളം മാലിന്യമുക്തം മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിൽ പുതുമയേറിയ ആശയങ്ങളുമായി നമ്മളോടൊപ്പം വേദി പങ്കിടുന്നു കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം തില്ലങ്കേരി പഞ്ചായത്തിനെ. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ശ്രീ ഷാജി, ശ്രീ സുഭാഷ്, ശ്രീമതി കൗസല്യ, ശ്രീ അനിൽകുമാർ, ശ്രീ മുഹമ്മദ് മാസ്റ്റർ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിൽ ഇന്ന് വിധികർത്താക്കളായി നമ്മളോടൊപ്പം ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, പ്രശസ്ത പത്രപ്രവർത്തകനായ എം ജി രാധാകൃഷ്ണൻ, മിസ് നിർമ്മല സാനു, കൂടാതെ അതിഥി ജൂറിയായി ശ്രീ റൂബിൻ ഡിക്രൂസ്, ഡയറക്ടർ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗ്രാമത്തിന്റെ കഥ പറയാൻ നമുക്ക് പ്രസിഡന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, വി വെൽക്കം യു. പ്ലീസ്. ഗ്രാമത്തിന് നമുക്ക് എങ്ങനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? തില്ലങ്കേരി ഗ്രാമം വീര കേരള പഴശ്ശിരാജാവിൻ്റെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ 12 ധീരന്മാരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ചരിത്ര പ്രധാനമായ ഒരു പ്രദേശമാണ്. പുരളിമലയുടെ താഴ്വാരമെന്ന് പറയാൻ സാധിക്കുന്ന പുരളിമല അതിരിട്ട് നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ഭൂപ്രദേശമാണ് തില്ലങ്കേരി. ഞാൻ ഈ പറഞ്ഞ ഭൂസമരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമെന്ന നിലയിൽ അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ് തില്ലങ്കേരി. ഇനി നമുക്ക് ഗ്രാമക്കാഴ്ചകളിലൂടെ ഈ കാണുന്നതാണ് പുരളിമല. പണ്ട് പഴശ്ശി രാജാവ് ഒളിവിൽ താമസിച്ചിരുന്നത് ഈ മലനിരകളിലാണ്. ഇതിന്റെ പടിഞ്ഞാറേ അതിരിലായാണ് പഴശ്ശി കോവിലകം വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തെ തുടർന്ന് കോവിലകം വിട്ട പഴശ്ശി രാജാവ് ഈ മലനിരകളെയാണ് ആദ്യം ഒളിത്താവളമാക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് പോവുകയുണ്ടായത്. വടക്കൻ മലബാറിലെ ഒരു പ്രധാന ആരാധനാമൂർത്തിയായ മുത്തപ്പന്റെ ആരൂഢ സ്ഥാനവും ഈ പുരളിമലയിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തില്ലങ്കേരിയുടെ ചരിത്രത്തിലെ രക്തരൂഷിതമായ ഒരു സമരത്തിന്റെ സ്മാരക സ്തൂപത്തിന് മുന്നിലാണ്. 1948 ഏപ്രിൽ 15 തില്ലങ്കേരിയിൽ നടന്ന നെല്ലെടുപ്പ് സമരത്തിന് നേരെയുണ്ടായ വെടിവയ്പിൽ മരിച്ച 7 പേർക്കും സേലം ജയിൽ വെടിവയ്പിൽ മരിച്ച തില്ലങ്കേരിക്കാരായ 5 പേർക്കും വേണ്ടിയുള്ള സ്മാരകമാണിത്. നമുക്ക് വികസനത്തിന്റെ കാര്യം പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. സർ, വികസനം നമുക്ക് വളരെ ചുരുക്കി പറയാം. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത്
വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. എന്നാൽ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 73 ഭരണഘടനാ ഭേദഗതിയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുകയും ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന നിലയിലേക്ക്, അതിൻ്റെ ഗുണഫലം ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ രീതി നമ്മുടെ പഞ്ചായത്ത് ഈ ലോകത്തിന് മുമ്പേ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെങ്കിലും ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത്. അപ്പോൾ ഇനി ആ കാഴ്ചകളിലൂടെ. അഭയ, വേഗം വന്നേ, സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായി. ആ വേഗം വാ, ബാഗിങ്ങട്. നിർക്ക്. ഇതെന്റെ പുതിയ കൂട്ടുകാരിയാ അഭയ. തില്ലങ്കേരി ഗവൺമെന്റ് UP സ്കൂളിലാണ് അഭയ പഠിക്കുന്നത്. അഭയക്കും കൂട്ടുകാർക്കുമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഭയുടെ സ്കൂളിലേക്കൊന്ന് പോവാം അല്ലേ? അഭയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെയാ പഠിക്കാനൊക്കെ മിടിക്കുക? അത് ഞാൻ മിടിക്കുകയാണ്, എല്ലാ വിഷയത്തിലും A+ കിട്ടാറുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് LSS കിട്ടിയിരുന്നു, സ്കോളർഷിപ്പ്. പലപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാകാറില്ല. നഗരങ്ങളിലെ സുസജ്ജമായ സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികളുമായുള്ള മത്സരത്തിൽ പലപ്പോഴും ഗ്രാമീണ വിദ്യാലയങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ പിന്തള്ളി പോകാറുണ്ട്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരക്കുറവ് തിരിച്ചറിഞ്ഞതിന്റെയും ഗുണനിലവാരം ആർജിച്ചാലുള്ള സാധ്യതകൾ മനസ്സിലാക്കിയതിന്റെയും ഫലമായിട്ടാണ് തില്ലങ്കേരി പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ തീരുമാനിച്ചത്. ഉണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ ദിവസവും പാടത്തും പറമ്പിലും പണിയെടുത്താണ് കുടുംബം പോറ്റിയത്. സാമൂഹിക വിദ്യാഭ്യാസ യജ്ഞം എന്ന ഈ പരിപാടിയിൽ ആദ്യം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഉറപ്പുവരുത്തി. പഞ്ചായത്തിലെ 12 വാർഡുകളിലും പ്രത്യേക വിദ്യാഭ്യാസ ഗ്രാമസഭകൾ കൂടി. തുടർന്ന് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ മുഴുവൻ കർമ്മ പരിപാടികളിലും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലാണ് പഞ്ചായത്ത് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സുസജ്ജമായ ക്ലാസ് റൂമുകൾ, മികച്ച കെട്ടിടങ്ങൾ, ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ എല്ലാം പഞ്ചായത്ത് ഉറപ്പുവരുത്തി. ഇത് തില്ലങ്കേരി ഗവൺമെന്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബാണ്. ഈ കമ്പ്യൂട്ടറുകളൊക്കെ പഞ്ചായത്ത് വിതരണം ചെയ്തവയാണ്. ഈ സ്കൂളിലേക്കും പഞ്ചായത്തിലെ മറ്റു സ്കൂളിലേക്കും കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയായിരുന്ന 2 ഗവൺമെന്റ് സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ പണിതു നൽകുന്നതിന് പഞ്ചായത്ത് മുൻകൈയെടുത്തു. രണ്ടാം ഘട്ടത്തിൽ പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലായിരുന്നു. പഞ്ചായത്ത് നടത്തിയ വിദ്യാഭ്യാസ സർവേ പ്രകാരം വിദ്യാർത്ഥികളുടെ പഠന നിലവാര തകർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണമായി കണ്ടെത്തിയത് അവർക്ക് പഠനത്തോടുള്ള താല്പര്യക്കുറവാണ്. ഇതിന് പ്രതിവിധിയായിട്ട് ഇവർ കണ്ടെത്തിയ മാർഗമാണ് കളിയരങ്ങുകൾ. ഗണിതം, ശാസ്ത്രം, ഭാഷ, പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലാണ് കളിയരങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഈ കളിയരങ്ങുകൾ ഓരോ വാർഡ് തലത്തിലാണ് സംഘടിപ്പിച്ചു വരുന്നത്. Shall we have a play? Yes. And what play? Cricket. Cricket. All of you like play cricket. Okay, that's good. Okay, to play cricket we need some people, batsmen, bowlers. Okay, who will come over here as a batsman? Okay, you come. Okay. You are? വാണിവിലാസം സ്കൂളിലെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുകയാണ്. പുതിയ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കുട്ടികളിൽ ആ ഭാഷ ആയാസരഹിതമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി വളർത്തിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിശ്വനിധി എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഈ ഇംഗ്ലീഷ് പരിശീലന ക്ലാസ് ഇവിടെ നടന്നു വരുന്നത്. What is the problem, children? We are play the cricket. That time 2 people are come to
scooter and